ഉഷാർ വരാൻ വേണ്ടിയിട്ടാണ് മിസ് എഴുതിയത്. കറക്റ്റ് പറയുന്നുണ്ടോ? ഓക്കെ. Hands up. Hands up. Hands down. Sit down. All of you please sit down. Clap ചെയ്ത് നിങ്ങള്. All of you please clap. Okay, very good. Ready അല്ലേ ക്ലാസ് കേൾക്കാൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കണം കേട്ടാ, മിസ്സിന് കാണാൻ വേണ്ടിട്ട്. വീഡിയോ ആരും ഓഫ് ആക്കരുത്, എല്ലാവരുടെയും മിസ്സിന് കാണണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്തു അല്ലേ? ഓർമ്മയില്ലേ എല്ലാവർക്കും? എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. പിന്നെ എന്താ പഠിച്ചത്? നമ്പർ നെയിംസ് പഠിച്ചു ഇല്ലേ? നമുക്കൊന്ന് സബ്ട്രാക്ഷൻ ചെയ്താലോ? സബ്ട്രാക്ഷൻ ചെയ്ത് 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 നന്നായി പഠിക്കണം. അതിനാണ് മിസ് വീണ്ടും വീണ്ടും അതന്നെ ചെയ്യിക്കുന്നത്. മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോർഡിൽ എഴുതിയിട്ട് സബ്ട്രാക്ട് ചെയ്തില്ലേ? ഫിംഗറിലൊക്കെ എടുത്തിട്ട്. ഓർമ്മയില്ലേ ആരോണെ? ഓർമ്മയുണ്ട്. ഓക്കെ. ഇന്ന് നമുക്ക് വേറെ കുറച്ച് പ്രോബ്ലംസ് നോക്കിയാലോ? ഇത് നല്ലോണം പഠിച്ച് തറായാലാണ് ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ എളുപ്പമായിട്ട് തോന്നുള്ളൂ. സ്റ്റാൻഡേർഡിലേക്ക് പോകണ്ട എല്ലാവർക്കും UKG തന്നെ ഇരുന്നാൽ മതിയാ? എല്ലാവർക്കും പോണം അല്ലേ? നമുക്ക് സബ്ട്രാക്ഷന്റെ വേറെ കുറച്ച് വർക്ക്ഷീറ്റ് നോക്കാം. റെഡി? റെഡി ഉള്ളവരൊന്ന് കാണിച്ചെങ്ങനെ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബോർഡിൽ കുറെ പ്രോബ്ലംസ് കാണാനില്ലേ നമുക്ക്? എല്ലാവർക്കും കാണാനില്ലേ? ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് വായിച്ചേ. റീഡ് ചെയ്ത് നിങ്ങൾ നമ്പർ എന്താ മിസ് എഴുതിയിരിക്കണേ? ഒന്ന് റീഡ് ചെയ്തേ. 6 minus 3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ പ്രോബ്ലംസ് ചെയ്തില്ലേ? സബ്ട്രാക്ട് ചെയ്തില്ലേ? അതേപോലെ തന്നെയാണ് ഇത്. സബ്ട്രാക്ട് ചെയ്യാം നമുക്ക്. 6 minus 3. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? എല്ലാവരും ഫിംഗർ ഒക്കെ റെഡി ആക്കി വെച്ചേ. എല്ലാവരും ഫിംഗർ ഒന്ന് കൈകൂട്ടി കാണിച്ചേ. 10 fingers ഒന്ന് കാണിച്ചേ മിസ്. വെരി ഗുഡ്. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയാണ് ഇവിടെ? 6 minus 3 ആണ്. എല്ലാവരും 6 ഫിംഗർ എടുത്തേ. 6 ഫിംഗർ എങ്ങനെ എടുക്കുക? 6 ഫിംഗർ ഒരു ഹാൻഡിൽ 5 എടുക്കുക, ഒരു ഹാൻഡിൽ 1 എടുക്കുക. കേട്ടോ? ഒരു ഹാൻഡിൽ 5 ഫിംഗർ, നെക്സ്റ്റ് ഹാൻഡിൽ 1 ഫിംഗർ. അപ്പൊ എത്രയായി? ഒരു കൗണ്ട് ചെയ്ത് നോക്കി നിങ്ങൾ. 1 2 3 4 5 6. 6 ആയില്ലേ? എല്ലാവരും 6 ഫിംഗർ എടുത്തു അല്ലേ? ഓക്കെ. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും പഠിക്കണം. ഇനി 6ൽ എത്രയാണ് ഇവിടെ മൈനസ് ചെയ്യേണ്ടത്? എത്ര എഴുതിയിരിക്കണ മിസ്? ഒന്ന് റീഡ് ചെയ്തേ ഹന. എത്ര എഴുതിയിരിക്കണ ഇവിടെ? 6ന്റെ താഴെ എത്ര എഴുതിയിരിക്കണേ? എത്ര എഴുതിയിരിക്കണേ? 3. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ 6 വരല് എടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാവരും 6 ഫിംഗർ എടുത്തിട്ടുണ്ട്. ഇനി അതിന്ന് 3 ഫിംഗർ മൈനസ് ചെയ്യണം, കുറയ്ക്കണം. 3 ഫിംഗർ ഒന്ന് മടക്കിയേ. 3 ഫിംഗർ മടക്കുക. 1 2 3. 3 ഫിംഗർ മടക്കി. നിങ്ങൾക്ക് മടക്കിയോ? എല്ലാവരും മടക്കിയോ? ഷിനാസ് അജാസ് എവിടേക്കാ നോക്കിയിരിക്കണേ? നോക്ക്. 3 ഫിംഗർ മടക്കി. ബാക്കി എത്ര ഫിംഗേഴ്സ് ഉണ്ട്? ബാലൻസ് എത്ര ഫിംഗർ നിങ്ങളുടെ കയ്യിലുണ്ട്? 1 2
ബാക്കിയുണ്ടാ? എന്തെങ്കിലും ബാക്കിയുണ്ടാ? ഇല്ല, ഒന്നുമില്ല അല്ലേ? നമ്മൾ രണ്ട് ടൂ ഫിംഗർ എടുത്തു, അതിൽ എത്രയാണ് മൈനസ് ചെയ്തത്? ടൂ തന്നെ മൈനസ് ചെയ്തു. അപ്പൊ എന്താണ്? ഒന്നുമില്ല. അപ്പൊ എന്താ നമ്മൾ പറയാ? ഒന്നുമില്ലെങ്കിൽ എന്താ പറയാ? സീറോ അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താ പറയാ? സീറോ. ടൂവിൽ നിന്ന് ടൂ വരെ നമ്മൾ ആദ്യം എടുത്തു, അതിൽ നിന്ന് ടൂ തന്നെ മൈനസ് ചെയ്തു. എന്താണത്? ബാക്കി ഒറ്റ വരലുമില്ല. അപ്പൊ എന്താ നമ്മൾ ആൻസർ എഴുതുക? എഴുതാറുടെ സീറോ അല്ലേ? സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. അപ്പൊ ടൂ വരലെടുത്ത് ടൂ തന്നെ മൈനസ് ചെയ്ത എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ലാത്ത അവസ്ഥ തന്നെയാണ് എന്ത് പറയാ? സീറോ. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ താഴെ എല്ലാവരും ശ്രദ്ധിച്ചേ. കൃഷ്ണ read the question. 8 minus 3. 8 minus 3. എന്ത് ചെയ്യണം? 8 ഫിംഗർ എടുക്കണം. എന്നിട്ട് 8 ഫിംഗർ. ഇനി 8 ഫിംഗർ എടുക്കുക. ഫസ്റ്റ് ഹാൻഡില് 5 ഫിംഗർ എടുക്കുക. ഒരു ഹാൻഡില് 5 ഫിംഗർ എല്ലാ രണ്ടും നിർത്തി പിടിക്കുക. അടുത്ത ഹാൻഡില് 3 ഫിംഗർ. ഒരു ഹാൻഡില് 5 ഫിംഗർ, അടുത്ത ഹാൻഡില് 3 ഫിംഗർ. 3 ഫിംഗർ നിർത്തി പിടിച്ച് എണ്ണി നോക്കി നോക്കി എത്ര ഉണ്ടെന്ന്. 1 2 3 4 5 6 7 8. 8 ആയോ എല്ലാവർക്കും? 8 ഫിംഗർ ആയോ? ഓക്കെ. ഇനി 8 ന്റെ എത്ര മൈനസ് ചെയ്യേണ്ടത് നമുക്ക്? എത്ര എഴുതിയിരിക്കണ താഴെ? താഴെ എത്ര എഴുതിയിരിക്കണേ? 3. 3 ആണല്ലേ? അപ്പൊ 8 ഫിംഗർ എല്ലാവരും എടുത്തു. അതിൽ കൃഷ്ണയുടെ ഫിംഗർ എവിടെ? 8 ഫിംഗർ എവിടെ? മിസ്സിന് കാണിച്ചെന്ന് എല്ലാവരുടെ ഫിംഗറും മിസ്സിന് കാണിക്കണം. ആ ഓക്കെ. ഇനി 3 ഫിംഗർ മൈനസ് ചെയ്തതിൽ നിന്ന് 3 ഫിംഗർ ഈ കൈയുടെ 3 ഫിംഗർ മടക്കുക. മടക്കിയേ. 1 2 3. 3 ഫിംഗർ മടക്കി. 1 2 3. ബാലൻസ് എത്ര ഫിംഗർ ഉണ്ട്? കൗണ്ട് ചെയ്തേ. 1 2 3 4 5. എത്ര ഫിംഗർ ബാലൻസ് ഉണ്ട്? 5 ഫിംഗർ അല്ലേ? നമ്മൾ 8 ഫിംഗർ എടുത്തു, അതിൽ നിന്ന് 3 മൈനസ് ചെയ്തു. ബാലൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 2 3 4 5. ആൻസർ എത്രയാണ്? 5. കിട്ടിയോ? നെക്സ്റ്റ് എത്രയാണ് ഇവിടെ റൈറ്റ് ചെയ്തിരിക്കണേ? അതിൽ കൃഷ്ണ ഒന്ന് റീഡ് ചെയ്തേ. എത്രയാണ് അതിൽ കൃഷ്ണ? 4 മൈനസ് 0 അല്ലേ? 4 മൈനസ് 0. എല്ലാവരും 4 ഫിംഗർ എടുത്തേ. 4 ഫിംഗർ എടുക്കുക ഈസിയാണ്. നമ്മുടെ ഒരു ഹാൻഡിലത്തെ ഒരു വിരല് മടക്കി പിടിക്കുക, ബാക്കി 4 ഫിംഗർ ഇങ്ങനെ നിവർത്തി പിടിക്കുക. പിടിച്ചേ. ഇനി എത്രയാണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത് എത്രയാ? 0. 0 ആണ് മൈനസ് ചെയ്യേണ്ടത്. എങ്ങനെ 0 മൈനസ് ചെയ്യാം? 0 മൈനസ് ചെയ്യാൻ പറ്റുമോ? 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല അല്ലേ? നത്തിങ്. 0 മീൻസ് നത്തിങ്. അപ്പൊ 0 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ ആൻസർ വരിക? എന്താ ആൻസർ വരിക? 4 തന്നെ അല്ലേ? 0 നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആൻസർ എത്രയാണ്? 4. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഓർമ്മയില്ലേ? എങ്ങനെ 0 ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാം? ഏതൊരു നമ്പറിനെയും 0 ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുക? സെയിം നമ്പർ തന്നെ. അപ്പൊ 4ൽ നിന്ന് 0 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 മൈനസ് ചെയ്യണ്ട. ആൻസർ എത്രയാണ്? എന്തെങ്കിലും നമ്മൾ മടക്കിയോ? ഇല്ല അല്ലേ? 0 എന്ന് പറഞ്ഞാൽ 1 മടക്കണം.
പഠിച്ചത് 80 വരെ 81 റെഡി ആവില്ലേ നിങ്ങൾക്ക് 1 2 3 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 80 പഠിച്ചിട്ടുള്ളതാണ് അല്ലേ 81 എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടാ ഗുണവും ദോഷവും ഉണ്ടാവും അല്ലേ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടായില്ലേ അതിൽ കൃഷ്ണ